ഹായ് ഫ്രണ്ട്സ്, നോട്ട് ജേസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്ത് ക്ലയൻറ്റ് നമ്മൾ റിക്വസ്റ്റ് സെർവറിലൂടെ അയച്ചു. സെർവർ തിരിച്ചൊരു റെസ്പോൺസ് നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് അയച്ചു തന്നു. അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. ഇനി നമ്മുടെ അടുത്ത റിക്വയർമെൻറ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് റൗട്ട്സ് ഉണ്ട്. ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റ് 4000 മാത്രമല്ല, ഇതിൻ്റെ കൂടെ /ഡാറ്റ എന്ന് പറഞ്ഞാൽ അത് അടുത്തൊരു റൗട്ടായി. ഇനി API എന്ന് പറഞ്ഞാൽ അടുത്തൊരു റൗട്ടായി. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് റൗട്ട്സ് വരുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സ് ആയിട്ട് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കും സെർവർ വഴി, നോട്ട് ജെ സെർവർ വഴി. നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ പഴയ കോഡ് തന്നെയാണ്, പഴയ കോഡിലോട്ട് പോയി ഇവിടെ ഞാനൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം വെച്ചാൽ നമുക്ക് റിക്വസ്റ്റ് URL ആണ്. അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന URL നമുക്ക് ഇവിടെ /API ആണെങ്കിൽ ആ /API ഇവിടെ കിട്ടണം, അതായത് നമ്മൾ കോഡിൽ കിട്ടണം. അതിന് വേണ്ടി ഞാൻ console.log request.url എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ URL നമുക്ക് ഇവിടെ ക്ലയൻറ്റിൽ സെർവറിൽ കിട്ടും. നമുക്ക് നോക്കാം. ഞാനൊന്ന് റീഫ്രഷ് ചെയ്തു. ഇപ്പോൾ ഉണ്ടോ, റൗട്ട്സ് ഒന്നുമില്ല. ഇനി ഞാൻ /API എന്ന് പറഞ്ഞ് കൊടുത്തു. കണ്ടോ, ഇവിടെ നമുക്ക് റിക്വസ്റ്റിൽ /API എന്ന് പറഞ്ഞ റൗട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ /home എന്ന് പറഞ്ഞ റൗട്ട് ആണെങ്കിൽ മാത്രം എനിക്കിത് കാണിച്ചാൽ മതി, ഈ ഒരു ടെംപ്ലേറ്റ് കാണിച്ചാൽ മതി. അതിന് വേണ്ടി ഒരു ഇഫ് കണ്ടീഷൻ എഴുതാം. ഇഫ് request.url is equal to നമ്മുടെ /home ആണെങ്കിൽ മാത്രം ഇത് കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൽസ് നമുക്ക് ഒരു സ്ട്രിങ് നമുക്ക് കൊടുക്കാം. rest.end this is the value route എന്ന് പറഞ്ഞ് കൊടുക്കാം. ഞാനത് റിഫ്രഷ് ചെയ്തു. ഇപ്പം നമുക്ക് /home തന്നെയാണ്. ഞാൻ /API എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു, സോറി നമ്മൾ റൺ ചെയ്തില്ല നോട്ട് സെർവർ. നമുക്ക് എന്ത് ചെയ്യും, /home എന്ന് പറഞ്ഞ് കൊടുക്കാം, /API എന്ന് പറഞ്ഞ് കൊടുക്കാം. കേട്ടോ, ദിസ് ഈസ് നോട്ട് എ വാലിഡ് റൂട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഒരു ഫയൽ കൂടെ ക്രിയേറ്റ് ചെയ്യാം, ഒരു HTML ഫയൽ കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി about us.html എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഞാൻ HTML ടാഗ് എഴുതി, അതിലൊരു ഹെഡ് ടാഗും ഒരു ബോഡി ടാഗും എഴുതി. ഹെഡ് ടാഗിൽ ഞാൻ കുറച്ച് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യണം. സ്റ്റൈൽസ് ടാഗിൻ്റെ പേരിട്ട് അതിൽ ബോഡി ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് ഒരു സ്കൈ ബ്ലൂ കൊടുത്തു. ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ കൊടുക്കണം. ടെക്സ്റ്റ് ട്രാൻസ്ഫോം അപ്പർ കേസ് കൊടുത്തു. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു. ചുമ്മാ ഒരു H1 ടാഗ് കൊടുക്കണം. ഇപ്പം ഞാനിപ്പോൾ ഒരു പുതിയ HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു, അതിൽ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്തു, ഒരു H1 ടാഗ് അപ്ലൈ ചെയ്തു. ഇനി എനിക്ക് ഈ ഒരു about us എന്ന് പറഞ്ഞ HTML ഫയലിനെ എനിക്ക് ഇവിടെ ബ്രൗസറിൽ കാണിക്കണം. അതും ഡിഫറെൻറ്റ് റൗട്ടിൽ, അതായത് about us എന്ന് പറഞ്ഞ റൗട്ടിൽ about us എന്ന് പറഞ്ഞ റൗട്ട് വിളിക്കുമ്പോൾ എനിക്ക് ഈ HTML ഇത് കാണിക്കണം. അതിന് വേണ്ടി ഞാനൊരു else if കൊടുക്കും. else ifൽ request.url equal to about us അല്ലേ, കോപ്പി പേസ്റ്റ് ചെയ്തു. about us ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തന്നെ കോപ്പി ചെയ്യാം. ഇവിടെ വാരിയബിൾ കൊടുക്കണമെന്നില്ല, ഈ ഫയലിന് പേര് മാറ്റി about us
കൊടുത്തു. നിങ്ങൾ ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ പൈപ്പ് ചെയ്തിട്ട് നമുക്ക് റെസ്പോൺസിലോട്ട് പൈപ്പ് ചെയ്യാം. അതിനൊന്നുകൂടെ നമുക്ക് ആ കണ്ടന്റ് ആദ്യം കൊടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ നോഡ് server.js എന്നാണ് കൊടുത്തു. നമുക്ക് പറയുന്നത് നോക്കാം. കണ്ടോ, എബൌട്ട് us കൊടുത്തപ്പോൾ ഹേ എവരിവൺ വെൽക്കം ടു ന്യൂ റൗട്ട് എന്ന് പറഞ്ഞു വന്നു. ഇനി ഞാൻ തിരിച്ച് ഹോം എന്ന് പറഞ്ഞു കൊടുത്തു. ഹോം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അടുത്ത റൗട്ട് കിട്ടി. ഇനി ഞാൻ ഇതൊരു വാലിഡ് അല്ലാത്തൊരു APIs എന്ന് പറഞ്ഞ റൗട്ട് കൊടുത്തു. ഉണ്ടോ, ദിസ് ഇസ് നോട്ട് എ വാലിഡ് റൗട്ട് എന്ന് പറഞ്ഞു വന്നു. ഇനി വീണ്ടും അബൌട്ട് us കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ അവിടെ നമ്മൾ ഏത് ഇതാണ് കൊടുത്തത്, സോറി അതിൻ്റെ അബൌട്ട് us കൊടുത്തു. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡിഫറെൻറ്റ് റൗട്ട്സിന് നമ്മൾ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സ് അയച്ചു കൊടുത്തു. ഇനി അടുത്ത റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എനിക്ക് JSON ഡാറ്റ സെർവർ അയച്ചു കൊടുക്കണം. JSON ഡാറ്റ എന്ന് വെച്ചാൽ നമുക്ക് ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് അയച്ചു കൊടുക്കാം. അതെങ്ങനെ നമുക്ക് നോക്കാം. അടുത്ത ഞാൻ else കൊടുക്കണം. else request.url equal to JSON ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും JSON ഡാറ്റ അയച്ചു കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം rest.write കൊടുത്ത് 200 സ്റ്റാറ്റസ് കോഡ് 200 എന്നാണ്. പക്ഷേ കണ്ടന്റ് ടൈപ്പ് ഇവിടെ HTML അല്ല, അതിനൊരു ഡിഫറെൻറ്റ് കണ്ടന്റ് ടൈപ്പാണ്. അതിനുവേണ്ടി അപ്ലിക്കേഷൻ ബാർ JSON എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ടൈപ്പാണ് നമ്മൾ കണ്ടന്റ് ടൈപ്പായിട്ട് അയച്ചു കൊടുക്കുന്നത്. കാരണം ഇത് JSON ഒബ്ജക്റ്റ്. ഇനി ഞാൻ ചുമ്മാ ഒരു വാർ JSON ഡാറ്റ ഇസ് ഈക്വൽ ടു ഞാനൊരു അറേ ഓഫ് ഒബ്ജക്റ്റ് ആണ് കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് ആണ് നെയിം ഇസ് ഈക്വൽ ടു IT, നെയിം ഇസ് ഈക്വൽ ടു ജാക്ക് എന്തെങ്കിലും കൊടുക്കാം. ഏജ് ഒരു 23. ഓക്കെ, ഞാൻ അടുത്തൊരു ഒബ്ജക്റ്റ് കൊണ്ട് കൊടുത്തിട്ട് നെയിം ഇസ് ഈക്വൽ ടു മാക്സ് ഏജ് ഇസ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ കൊടുത്തു. ഇനി എനിക്ക് ഈ JSON ഡാറ്റേനെ നമുക്ക് സെർവറിൽ ക്ലയൻറ്റ് അയച്ചു കൊടുക്കണം. പക്ഷെ ക്ലയൻറ്റ് അയച്ചു കൊടുക്കാൻ നമുക്ക് സ്ട്രിങ്ങിഫൈ ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ rest.endൽ JSON.stringify, അതായത് സ്ട്രിങ്ങിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇതെല്ലാം മാറി ഇവിടെ എല്ലാം ഒരു കോഴ്സിൽ വരും. ഓക്കെ, അതിനുവേണ്ടി JSON.stringify JSON ഡാറ്റ എന്ന് പറഞ്ഞു കൊടുത്തു. ഇത്രമാത്രം ചെയ്താൽ മതി. നമ്മൾ ആദ്യം ഹെഡ് റൈറ്റ് ചെയ്തു, അതിലോട്ട് ഒരു JSON ഡാറ്റേനെ സ്ട്രിങ്ങിഫൈ ചെയ്ത് കയറ്റി കൊടുത്തു. സ്ട്രിങ്ങിഫൈ ചെയ്താൽ നമുക്ക് ക്ലയൻറ്റിന് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ JSON റെസ്പോൺസ്. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂട്ട് റൺ ചെയ്തു നമ്മുടെ ആപ്പ്. ഇതെല്ലാം വർക്ക് ചെയ്യാനാണ് /home കൊടുക്കുമ്പോൾ ഹോം വന്നു JSON എന്ന് പറഞ്ഞ് കൊടുത്തു. കണ്ടോ, നമ്മൾ അവിടെ കൊടുത്ത JSON കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടോ കോഡ്സിൽ വന്നു. ഈ കോഡ്സിൽ വരാൻ കാരണം നമ്മൾ സ്ട്രിങ്ങിഫൈ ചെയ്ത് കൊടുത്തുകൊണ്ടാണ്. നമ്മൾ എപ്പോഴും ക്ലയൻറ്റ് ഒരു റെസ്പോൺസ് തിരിച്ച് അയച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും സ്ട്രിങ്ങിഫൈ ചെയ്താണ് അയച്ചു കൊടുക്കുക. ഇനി എനിക്ക് വേണമെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിൽ പോയി നോക്കി നോക്കണം. ഇവിടെ ഉണ്ടോ ഗെറ്റ് അപ്ലിക്കേഷൻ ബാർ JSON നമ്മൾ കണ്ടന്റ് ടൈപ്പ് അയച്ചു കൊടുത്തു. അതായത് JSON കാരണമാണ് അപ്ലിക്കേഷൻ ബാർ JSON അയച്ചു കൊടുത്ത്. നമ്മുടെ പ്രീവ്യൂവിൽ നമ്മൾ അയച്ചു കൊടുത്ത് നെയിം ജാക്ക് നെയിം മാക്സ് ഏജ് എന്ന JSON ഒബ്ജക്റ്റ് ഇവിടെ നമുക്ക് കിട്ടി. RF ഒബ്ജക്റ്റ് ഇവിടെ കിട്ടി. അപ്പോൾ നമ്മളിവിടെ നോക്കിയത് നമുക്ക് ഡിഫറെൻറ്റ് റൗട്ട്സ് എങ്ങനെ നമുക്ക് ഈ ഒരു Node.js HTTP എന്ന് പറഞ്ഞ മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കിയത്. പക്ഷേ ഇത് നമ്മളിങ്ങനെ വലിയൊരു പ്രൊജക്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനി വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.